എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ടിനായി ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജയനെയും ഡോക്ടറിനെയുമാണ്. അങ്ങനെ ഡോക്ടർ ദേവയാനിയുടെ കാര്യം ജയനോട് പറയുകയാണ്. ഇതുവരെ നമ്മുടെ ദേവയാനിക്കൊരു മാറ്റം വന്നിട്ടില്ല. ബ്ലഡൊക്കെ ചേഞ്ച് ചെയ്തെങ്കിലും ആരോഗ്യനില പഴയ രീതിയിൽ എത്തിയിട്ടില്ല. അതിന് മാനസികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും മാനസികമായിട്ടുള്ള പ്രശ്നം അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നതല്ല. ദേവയാനിയുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു കൗൺസിലിംഗ് വേണ്ടിവരും. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് മരുമകളുടെ കാര്യം എനിക്കറിയാം. മരുമകള് രക്തം കൊടുത്ത് അമ്മായിയമ്മയെ സഹായിച്ചുവെങ്കിലും അമ്മായിയമ്മയ്ക്ക് മരുമകളോട് അത്രയ്ക്ക് ഇഷ്ടക്കേടാണ്. സത്യത്തിൽ ഇതൊരു മനോരോഗം തന്നെയാണ്. ഇത് പതുക്കെ ചികിത്സിച്ചു മാറ്റാവുന്നതൊക്കെയാണ്. ഇതൊരു ഭ്രാന്തായിട്ടല്ല ഞാൻ പറയുന്നത്. സൈക്കാട്രിസ്റ്റിനെ കാണുന്നതും സൈക്കാട്രിസ്റ്റിനെ കണ്ടു പരിശോധന നേടുന്നതുമൊക്കെ അത് നല്ലത് തന്നെയാണ്. വട്ടുള്ളവർ മാത്രമല്ല സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് എന്നൊക്കെ ജയനോട് പറയുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ജയന് വല്ലാത്ത സങ്കടം തോന്നുന്നു. ജയൻ പറയുന്നു, നയന എത്ര നല്ലവളാണെന്ന് ഇതുവരെ എൻ്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടില്ല ഡോക്ടർ. അങ്ങനെ തിരിച്ചറിയുവാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. എൻ്റെ ഭാര്യയെ പഴയ അവസ്ഥയിൽ എനിക്ക് എത്തിച്ചാൽ മതി. എൻ്റെ ഭാര്യ നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നു. അവൾ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. നല്ല മരുമകൾ കൺമുമ്പിൽ വന്നിട്ടും അവൾക്കത് തിരിച്ചു അറിയുവാനുള്ള കഴിവ് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അവസ്ഥ തന്നെ അവൾ വരുത്തി വെച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ഇതിന് ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയൻ. നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നയനയോട് പറയുന്നുണ്ട്. മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ നയനയോട് പറയുന്നു. അതുമല്ല, അമ്മായിയമ്മ സ്നേഹിച്ചു തുടങ്ങിയാൽ അതൊരു വല്ലാത്ത സ്നേഹം തന്നെ ആയിരിക്കുമെന്നും മരുമകളായിട്ടല്ല മകളായിട്ടായിരിക്കും അവൾ സ്നേഹിക്കുന്നത് എന്നുമൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ ദേവയാനീനെ കാണാനായി ജയൻ പോകുന്നു. ദേവയാനി റൂമിനകത്ത് കിടക്കുകയാണ്. ദേവയാനിക്ക് പഴയ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല എങ്കിലും വലിയൊരു അസ്വസ്ഥതയില്ലാതെയാണ് കിടക്കുന്നത്. അങ്ങനെ ദേവയാനി ചോദിക്കുകയാണ്, ജയേട്ടൻ ആഹാരം വല്ലതും കഴിച്ചോ? ജയേട്ടൻ വീട്ടിൽ പോകുന്നില്ലേ? എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, ഹേയ് അത് സാരമില്ല ദേവയാനി, നിന്റെ അവസ്ഥ പഴയ രീതിയിൽ എത്തുന്നത് വരെ എനിക്ക് സത്യം പറഞ്ഞാൽ നെഞ്ചിനകത്തൊരു പെടപ്പാണ്. ദേവയാനി, നീ ഇതൊന്നും അറിയാതെയാണ് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ദേവയാനി ചോദിച്ചു, അവൾ പുറത്തുണ്ടോ? ആ മൂദേവി എന്തിനാണ് വെളിയിലിരിക്കുന്നത്? അവളെ വീട്ടിൽ പറഞ്ഞു വിടത്തില്ലേ? അവൾ ഇവിടെ ഉള്ളതാണ് എൻ്റെ അസുഖം കുറയാത്തത്. അവൾ ഉള്ളിടത്തോളം കാലം എൻ്റെ അസുഖം കുറയില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജയൻ ദേഷ്യപ്പെടുകയാണ് ദേവയാനിയോട്. ഇത്രയൊക്കെ ആയിട്ടും നീ ഇതുവരെ പഠിച്ചില്ലേ ദേവയാനി? അവളുടെ നല്ല മനസ്സ് അറിയാൻ മേലാഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിനക്കറിയാമോ, നിന്റെ ഈ ജീവൻ നിലനിൽക്കുന്നത് പോലും അവൾ കാരണമാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ദേവയാനിക്ക് സംശയം തോന്നുകയാണ്. അപ്പം ദേവയാനി ചോദിക്കുകയാണ്, അവളൊന്നും അല്ലല്ലോ എനിക്ക് ബ്ലഡ് തന്നത്. എനിക്ക് ബ്ലഡ് തന്നവരാണല്ലോ എൻ്റെ ജീവിതവും ജീവനൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ജയന് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാവുകയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞു, എൻ്റെ അനാമിക മോളെ നിങ്ങൾ കണ്ടായിരുന്നോ? അവൾ എനിക്ക് ബ്ലഡ് തരാൻ തയ്യാറായതാ. വേറൊരാളെ കിട്ടിയത് കൊണ്ടാണ് അവൾ ഒഴിഞ്ഞു മാറിയത്. അവൾ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നോ? അതുപോലെ ഒരു മരുമകളെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് ആഗ്രഹിച്ചതെല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകെ ഒരേ ഒരു മകനാണുള്ളത്. അവന് നല്ലൊരു ഭാര്യനെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അതുമാത്രം എനിക്ക് ദൈവം തന്നില്ല. അപ്പോഴേക്കും ജയം പറയുന്നു, അത് നിന്റെ തോന്നലാണ്. നിനക്ക് നല്ലൊരു ഭാര്യ, നിന്റെ മകന് നല്ലൊരു ഭാര്യനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് നിന്റെ മകൻ അറിയാൻ വൈകിപ്പോയി. പക്ഷെ മകൻ അറിഞ്ഞപ്പോൾ ആ ഭാര്യനെ സ്നേഹിച്ചു തുടങ്ങി. ഇതൊന്നും മനസ്സിലാക്കാതെ എന്താണ് ദേവയാനി നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഞാനിവിടെ കിടക്കാൻ കാരണവും ആ മൂദേവി തന്നെയാണ്. അവളാണ് എനിക്ക് വിഷം പാലിൽ കലർത്തി തന്നത്. അതുകൊണ്ടല്ലേ ഞാനിവിടെ കിടക്കുന്നത്. അത് നിങ്ങൾക്കറിയാലോ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അവളെ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നത്? അവളെ പറഞ്ഞ് വീട്ടിൽ വിടുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോഴേക്കും ജയൻ പറയുകയാണ്, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ ഇപ്പോൾ വേറെ ഏതോ ഒരു മായാലോകത്താണ്. നീക്കൊരു സങ്കല്പ ലോകം കെട്ടി അവിടെയാണുള്ളത്. ആ സങ്കല്പ ലോകം എന്നെങ്കിലും തകർന്നു പോകും. ആ സങ്കല്പത്തിലെ മരുമകളും എന്നെങ്കിലും തകർന്നു പോകും. അപ്പോൾ നിനക്ക് മനസ്സിലാകും നയനയുടെ ഗുണം എന്താണെന്നും നയന ആരാണെന്നുമൊക്കെ. എനിക്കിതിൽ കൂടുതലൊന്നും നിന്നോട് പറയാനില്ല. നീ ഇപ്പം റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീന് രേവതിനെയും അനാമികേനെയും വേണുവിനെയാണ്. അങ്ങനെ രേവതി ഹോസ്പിറ്റലിൽ കണ്ട കാഴ്ച രേവതിയോട്
വിവരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി പറഞ്ഞു, ഏതൊരു പെണ്ണും തൻ്റെ ഭർത്താവിനെ നിലയ്ക്ക് നിർത്തണം. അവിഹിതം കൈയോടുകൂടി പൊക്കിക്കഴിഞ്ഞാൽ ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ ഏതൊരു പെണ്ണും പഠിക്കണം. അതുകൊണ്ട് തന്നെ മോള് ഒരു വലിയ പൊട്ടിത്തെറി തന്നെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു, ഞാൻ അവിടെ പോയിരുന്നു, അവിടെ പോയി പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. ആ കിളവനോടും കിളവിയോടും മാത്രം ഞാൻ പറഞ്ഞില്ല. ആ കിളവനും കിളവിയും എപ്പോഴും അനിയുടെയും നയനുടെയും ഒക്കെ വശത്താണ്. അതുകൊണ്ട് ഞാൻ ആ കിളവനോടും കിളവിയോടും പറയാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രേവതി പറയുകയാണ്, എന്തായാലും മോള് വലിയൊരു സ്ഫോടനം തന്നെ സൃഷ്ടിക്കണം. നമുക്കങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. എങ്ങനെയെങ്കിലും നീ അനിയുമായി അടുക്കണം. അനി നിന്റെ അടുത്ത് വരണം, നിന്നെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ഒരു കാര്യമുള്ളൂ. അപ്പോഴേക്കും വേണുവും വന്നു. വേണുവും പറഞ്ഞു, അനിയെ നീ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്കണം മോളെ, എങ്കിലേ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും രേവതി പറയുകയാണ്, പിന്നെ അവൻ എന്നെ ഇഷ്ടമല്ല, അവൻ എൻ്റെ കൂടെ ജീവിക്കാൻ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. റൂമിൽ രണ്ടായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് പോലും. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു ആണല്ലോ. അതാണല്ലോ ഹോസ്പിറ്റലിലേക്ക് അവളെ വിളിച്ചു വരുത്തിയത്. എനിക്ക് ഒരു ദിവസം ദേഷ്യം വന്നാൽ ഞാൻ എന്നേക്കുമായി അവനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരും. അപ്പോഴേക്കും വേണു പറയുകയാണ്, അങ്ങനെ നീ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ നിന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നീ വരുമ്പോൾ നിന്റെ കൈ നിറയുകയും ആഭരണങ്ങളും അതുപോലെ സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലായിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഒരു ജീവിതമേ ഉള്ളൂ. അത് നമുക്ക് പണക്കാരായിട്ട് തന്നെ ജീവിച്ച് തീർക്കണ്ടേ മോളെ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമിക പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും വേണുവും പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്, മോളെ കരയിപ്പിച്ചവരെ എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട രേവതി അനാമികയോട് പറയുകയാണ്, നിന്റെ അച്ഛൻ എടുത്തു ചാടിയാണ് എല്ലാം ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിന്റെ അച്ഛനോട് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു ആണ്. നന്ദു ബൈക്കിന് ഇങ്ങ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കാറ് വന്ന് ഫ്രണ്ട് നിൽക്കുകയും കേരടി കാറിനകത്തെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അവരെ. ഏതായാലും ഈ ഭീഷണിയിൽ നന്ദു വീഴുന്നില്ല. നന്ദു ചോദിക്കാൻ, നീ ആരടാ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല. ആ ഗുണ്ടകൾ നന്ദുവിനെ പിടിച്ചു വലിച്ച് കാറിനകത്ത് ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്ദു നല്ല ഫൈറ്റ് ചെയ്യുകയാണ്. നന്ദു അടിച്ചവന്മാരെ വീഴ്ത്തുന്നു. ഇതേ സമയത്ത് നമ്മുടെ അനിയും വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടിച്ചവന്മാരെ പറഞ്ഞു വിടുകയാണ്. അത് വേണു വിട്ട ടീമായിരുന്നു, വേണുവിന്റെ ഗുണ്ടകളായിരുന്നു. ഇതെല്ലാം മാറി നിന്ന് വേണു കാണുന്നുണ്ടായിരുന്നു. അടിയും വഴക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അനി നന്ദുവിനോട് പറഞ്ഞു, ഒത്തിരി നാളായി ഞാൻ ഒരു ഫൈറ്റ് കണ്ടിട്ട്, ഏതായാലും ഇപ്പോൾ ഒരു ഫൈറ്റ് കാണാൻ പറ്റിയില്ലോ നന്ദു, നിന്റെ ഫൈറ്റിനായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന്. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, എന്താ അനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എൻ്റെ ഫൈറ്റ് അല്ല കാണേണ്ടത്, നീ നിന്റെ ഭാര്യയുടെ സ്നേഹമാണ് പോയി കാണേണ്ടത്. നീ വെറുതെ എന്തിനാണ് നിന്റെ ജീവിതം കളയുന്നത്? നമ്മൾ രണ്ടും ഇങ്ങനെ കാണുകയും പരസ്പരം മിണ്ടുകയും ചെയ്യുന്നത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ കാണാതിരിക്കുക, മിണ്ടാതിരിക്കുക, അതല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനി പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ആ ജീവിതവുമായി മുന്നോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിന്നോട് വ്യക്തമാക്കിയതല്ലേ, അനാമികയെ ഉൾക്കൊള്ളാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നമ്മൾ കൂടി കാണില്ല, എനിക്ക് നിന്നെ കാണാനും താല്പര്യമില്ല. നമ്മൾ അങ്ങനെ കൂടി കണ്ടു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിനും എൻ്റെ ജീവിതത്തിനും വലിയ ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. ഇതെല്ലാം മാറി നിന്ന് കാണുന്ന വേണു മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞത് ശരിയാണ്, ഇവൻ അസ്ഥിക്ക് പിടിച്ച പ്രേമം തന്നെയാണ് ഇവളോട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദർശിനെയും ജയനെയും നയനെയുമാണ്. അങ്ങനെ ആദർശും നയനിയും കൂടെ ഇരിക്കുമ്പോൾ ജയൻ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയും ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നയന പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ ആരോഗ്യം പഴയ രീതിയിൽ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അല്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളുടെ ശരീരത്തിനാണ് കുഴപ്പം, അവളുടെ നാക്കിന് ഇതുവരെ കുഴപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഇതേസമയം അനന്തപുരി തറവാട് കാണിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഒരു തീരുമാനം എടുക്കുകയാണ്, മലയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് പൂജകൾ ചെയ്യുവാനൊക്കെ. അങ്ങനെ പൂജകൾ ചെയ്യാനും എന്തോ അയ്യപ്പ പാട്ട് നടത്താനും ഒക്കെ, വീട്ടിൽ അയ്യപ്പൻ്റെ പാട്ടൊക്കെ നടത്താനും ഭജനയൊക്കെ നടത്താനൊക്കെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം അനിയുടെ അച്ഛനോട് പറയുകയാണ്. അനിയുടെ അച്ഛൻ വിളിച്ച് ജയനോട് പറഞ്ഞു, അപ്പോൾ വീട്ടിലെ 2 പെണ്ണുങ്ങളെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് ആണുങ്ങളെല്ലാം വീട്ടിൽ വേണം ഈ ഒരു അയ്യപ്പ പാട്ടിന്. അങ്ങനെ ജയൻ ഹോസ്പിറ്റലിൽ നയനയോടും ആദർശിനോടും പറഞ്ഞു, മുത്തച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും നയന പറഞ്ഞു, അത് നല്ലതാണല്ലോ, എങ്കിൽ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ, അതിന് ഞാൻ അങ്ങോട്ടേക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദർശ് വഴക്ക് പറയുകയാണ്, അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെയുള്ളവർ ചെയ്തോളും, അനിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ ഇപ്പം നിൻ്റെ ആരോഗ്യനിലയാണ് നോക്കേണ്ടത്, എല്ലാം നോക്കി നിന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, ജലജയും
ജാനകിയും ഇവിടെ വരും. ജലജയും ജാനകിയും വന്ന് ദേവയാനിയുടെ അടുത്ത് നിന്നോളും. ഇനി പെണ്ണുങ്ങളുടെ ആവശ്യമാണല്ലോ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ മടങ്ങി പോകണമെന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടവിശേഷങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗുഡ് ബൈ.